കുറേ നാളായി ഞാനും ചേച്ചി മാത്രമായിട്ടൊന്ന് പുറത്തൊക്കെ പോകണമെന്ന് ആഗ്രഹിക്കുന്നു. ഇവരെ പിന്നെ ഒഴിവാക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മുടെ കൂടെ തന്നെ കൂട്ടി മെട്രോയിലാണ് പോകുന്നത്. എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞങ്ങൾ സെൻട്രൽ സ്ക്വയർ മാളിലേക്കാണ് പോയത്. അവിടെ താഴെ ഡൈനോസേഴ്സിൻ്റെ ചെറിയ ഇൻസ്റ്റലേഷൻസ് വെച്ചിട്ടുണ്ട്. ഇത് അനങ്ങൊക്കെ ചെയ്യും. പക്ഷെ ഞങ്ങൾ ചെന്നപ്പോൾ 12 മണി കഴിഞ്ഞായിരുന്നു. അപ്പോൾ അത് 2 മണിക്ക് ശേഷം റീസ്റ്റാർട്ട് ചെയ്യുള്ളൂ അനങ്ങണതൊക്കെ. സോ നമ്മൾ മേലെ പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് വരാമെന്ന് ഓർത്തു. പിള്ളേർക്ക് ഡൈനോസേഴ്സിനെ ഇഷ്ടമായതുകൊണ്ടാണ് കാണിക്കാൻ കൊണ്ടുവന്നത്. ഇവൻ അടങ്ങിയിരിക്കാതെ ഓടുകയാണ്. ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തു. ചിക്കനാണ് ഓർഡർ ചെയ്തത്. പിള്ളേർക്ക് ഇഷ്ടമാണ്. അത് കഴിഞ്ഞ് ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു. എല്ലാവരും ഐസ്ക്രീമൊക്കെ കഴിച്ചു. വയറ് നിറച്ചു. ഫുഡുമൊക്കെ കഴിച്ചു. ഇവിടെ ഒരുത്തൻ ചേച്ചിക്ക് വാരി കൊടുക്കുകയാണ്. സ്വന്തമായിട്ട് കഴിക്കണമുണ്ട്, എല്ലാവർക്കും കൊടുക്കണമുണ്ട്. ഇവനാണെങ്കിൽ എല്ലാവരുടെ ഐസ്ക്രീമിൽ നിന്നും ഇത്തിരി ആയിട്ട് കുറേ വലിച്ച് കയറ്റിയിട്ടുണ്ട്. ചിക്കനും കഴിച്ചു. വയറൊക്കെ നിറച്ചിരിക്കുകയാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ താഴേക്ക് ചെല്ലുമ്പോഴത്തേക്കും അത് ഓണായിരുന്നു. അത് ചെറുതായിട്ട് ഇങ്ങനെ അനങ്ങും. പല ടൈപ്പ് ഡൈനോസേഴ്സാണ്. പിള്ളേർക്കൊരു ഇൻട്രസ്റ്റ് ആണല്ലോ ഇതൊക്കെ കാണാനായിട്ട്. ആദ്യം ഇങ്ങനെ നോക്കിക്കൊണ്ടൊക്കെ ഇരുന്നു എൻ്റെ കയ്യിലിരുന്ന്. പക്ഷേ അത് കഴിഞ്ഞിട്ട് അവിടെ വലിയൊരു ഡൈനോസർ ഉണ്ടായിരുന്നു. അതിങ്ങനെ നമ്മുടെ സൈഡിലേക്ക് തിരിഞ്ഞ് നോക്കിയിട്ട് തലയെ കാട്ടുമായിരുന്നു. അത് കണ്ടപ്പോൾ ചെറിയ ചെക്കനും ചെറിയ പേടിയായി. ഇവർ രണ്ടുപേരും ഓക്കെയാണ്, കണ്ടില്ലേ. ഇവൻ ഇത്തിരി പേടിച്ചു അത് കണ്ടപ്പോൾ. എന്നെ കെട്ടിപ്പിടിച്ച് തിരിഞ്ഞ് കിടക്കുകയാണ്. പക്ഷേ അതിന് ശേഷം കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ആൾ ഓക്കെ ആയിട്ടോ. എല്ലാം കണ്ട് ശീലമായി കഴിഞ്ഞപ്പോൾ. പിന്നെ മാളിനകത്തോട്ട് ഒരു ഡബിൾ ഡെക്കർ ബസ് ഉണ്ട്. അതിൽ കയറുന്നതിന് നിർബന്ധം പിടിച്ചു. പിന്നെ ഞങ്ങൾ ഓരോന്നൊക്കെ പറഞ്ഞ് പുറത്തേക്ക് കൊണ്ടുവന്ന് പുറത്ത് ബസ്സിൽ കയറ്റാമെന്നൊക്കെ പറഞ്ഞ് ഈ ഫ്രണ്ടിൽ ഈ ഐ ലവ് കൊച്ചിയുടെ ഫ്രണ്ടിൽ നിന്ന് നമ്മൾ കുറച്ച് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് നേരെ തിരിച്ച് MG റോഡ് മെട്രോ സ്റ്റേഷനിലേക്ക് ഓട്ടോയിൽ പോയി. ഇങ്ങോട്ട് വന്നപ്പോൾ ഞങ്ങൾ നടന്നാണ് വന്നത്. കുറച്ചധികം നടക്കാനുണ്ട്. അതുകൊണ്ട് തിരിച്ചു പോയപ്പോൾ ഓട്ടോയിൽ പോയിട്ട് മെട്രോയിൽ കയറി തിരിച്ച് വീട്ടിൽ പോയി. പിള്ളേരും ഹാപ്പി, ഞങ്ങളും ഹാപ്പി.